നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുന്നൂർകുളം അണ്ടത്തോട് ബീച്ച് ഖാദിരിയ മസ്ജിദിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. ബീച്ച് മദ്രസയ്ക്ക് സമീപം ഏറെ പഴക്കം ചെന്ന ബീച്ച് ഖാദിരിയ നമസ്കാരപ്പള്ളിയിലാണ് കവർച്ച. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 13 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. സംഭവത്തിൽ ചിറക്കൽ സ്വദേശിയായ 63 വയസ്സുകാരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടകമ്പാൽ ചിറക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ ഉമ്മറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നിർമ്മാണം പൂർത്തിയായിട്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്ത വഴിയോര വിശ്രമ കേന്ദ്രം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറി. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറന്നുകൊടുക്കാത്ത വിശ്രമ കേന്ദ്രമാണ് സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിയത്. വേലൂരിൽ കിണറ്റിൽ ഡീസൽ കലർത്തി ശുദ്ധജലം മാലിന്യമാക്കിയ നിലയിൽ. വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന ചിരപ്പറമ്പിൽ ബിജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ ഡീസൽ കലർത്തി കുടിവെള്ളം ഉപയോഗശൂന്യമാക്കിയത്. പ്രതികൾക്കെതിരെ മാതൃകാപരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് കുടുംബം. വിശദമായ വാർത്തയിലേക്ക്. +1 അധിക ബാച്ചുകൾ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. +1 സീറ്റ് പ്രതിസന്ധിയെ തുടർന്ന് വടക്കൻ ജില്ലകളിലെ വിദ്യാലയങ്ങളിലാണ് അധിക ബാച്ചുകൾ അനുവദിച്ചത്. ചട്ടം 300 പ്രകാരം നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അധിക ബാച്ചുകൾ അനുവദിച്ചത്. സർക്കാർ സ്കൂളുകളിൽ മാത്രമാണ് താൽക്കാലിക +1 ബാച്ച് അനുവദിച്ചത്. മലപ്പുറത്ത് 24 സർക്കാർ സ്കൂളുകളിലായി 120 ബാച്ചുകളും കാസർഗോഡ് 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചുമാണ് അനുവദിച്ചത്. മലപ്പുറത്തും കാസർഗോഡും സീറ്റുകൾ കുറവുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എല്ലാവർക്കും സീറ്റ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് അധിക ബാച്ചുകൾ അനുവദിച്ചത്. സർക്കാർ സ്കൂളുകളിൽ താൽക്കാലിക ബാച്ച് അനുവദിച്ചതിൽ 14 കോടിയുടെ അധിക ബാധ്യതയാണുള്ളതെന്ന് പ്രസ്താവനയിൽ മന്ത്രി വ്യക്തമാക്കി. താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചതോടെ സീറ്റ് പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമായി ആകെ 138 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് ഒരു വർഷം 14,90,40,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ പരാമർശിച്ച റിപ്പോർട്ടുകൾ പ്രകാരം മലപ്പുറം ജില്ലയിൽ 74 സർക്കാർ സ്കൂളുകളിലായി 120 ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കുന്നു. ഇതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കാണുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ചാവക്കാട് പരപ്പിൽ താഴം മാലിന്യ പ്ലാന്റ് ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ ധർണ നടത്തി. ചാവക്കാട് നഗരസഭയുടെ പരപ്പിൽ താഴം ഖരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പുറത്ത് നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യങ്ങൾ കാരണം പരിസരവാസികളായ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരെ രോഗശയ്യയിലേക്ക് തള്ളിവിടുന്നുവെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. പരപ്പിൽ താഴം ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ സമീപം കോൺഗ്രസ് മണത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്റെ പിന്നിൽ കാണുന്ന ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഖരമാലിന്യ സംഭരണ കേന്ദ്രമാണിത്. അതായത് വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്ത മറ്റൊന്നിലും ലയിച്ചു ചേരാൻ സാധിക്കാത്ത മാലിന്യങ്ങൾ ഖരമാലിന്യങ്ങളിലൂടെ കൊണ്ടുവരും. ആ ഖരമാലിന്യങ്ങളെ ഈ കമ്പനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ കത്താൻ ശേഷിയുള്ളതും പ്ലാസ്റ്റിക്കുമായ സാധനങ്ങൾ തരംതിരിച്ച് അങ്ങ് തമിഴ്നാട്ടിലെ സിമന്റ് കമ്പനിയുടെ ചൂളയിലേക്ക് കൊടുത്തുവിടും. അത് പിന്നെ വരുന്നത് അവിടെ കാണുന്നതിലെ മൈക്രോ പ്ലാസ്റ്റിക് ആണ്. അതായത് പ്ലാസ്റ്റിക് ഇവിടെ കൊടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് പൊടിയായി നമ്മുടെ മണ്ണിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. മണ്ണിന്റെ മുഴുവൻ ജൈവ ഗുണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബീന രവിശങ്കർ, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി HM നൌഫൽ, INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ്, കൗൺസിലർമാരായ ഫൈസൽ കാണാമ്പുള്ളി, കബീർ, അസ്മത് അലി, ഷാഹിദ പേള, സുപ്രീമ രാമചന്ദ്രൻ, ബേബി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് നേതാക്കളായ രേണുക, കാർത്തിയായിനി, ശൈല നാസർ, റുക്കിയ ഷൗക്കത്ത്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷിഹാബ് മണത്തല, CP കൃഷ്ണൻ മാസ്റ്റർ, രാജൻ പനക്കൽ, MS ശിവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് ചാവക്കാട്. പുന്നൂർകുളം അണ്ടത്തോട് ബീച്ച് ഖാദിരിയ മസ്ജിദിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. ബീച്ച് മദ്രസയ്ക്ക് സമീപം ഏറെ പഴക്കം ചെന്ന ബീച്ച് ഖാദിരിയ നമസ്കാരപ്പള്ളിയിലെ ഭണ്ഡാരമാണ് കുത്തി തുറന്ന് പണം കവർന്നത്. പള്ളിയിലെ പ്രധാന നമസ്കാര മുറിയിൽ പള്ളി പരിപാലന ഫണ്ട് സമാഹരണത്തിനായാണ് മരത്തിൽ നിർമ്മിച്ച ഭണ്ഡാരം വെച്ചിരുന്നത്. ജമാഅത്ത് നമസ്കാര സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ ആളുകൾ ഉണ്ടാവുക. രാവിലെയും വൈകിട്ടും മദ്രസ ഉള്ളതിനാൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദും ഉണ്ടാകില്ല. ബുധനാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബ് നമസ്കാരത്തിനിടയിലാണ് പണം കവർന്നത്.
മഗ്രിബ് നമസ്കാരത്തിനെത്തിയവർ ഭണ്ഡാരപ്പെട്ട് കേടുവന്ന നിലയിൽ കണ്ടതിനെ തുടർന്ന് ഉസ്താദിനെയും പള്ളി ഭാരവാഹികളെയും അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ പെരുന്നാളിന് ഭണ്ഡാരം തുറന്ന് കളക്ഷൻ നടത്തിയിരുന്നതായും ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം ഇവിടെ പള്ളിയിൽ നടന്നിട്ടുള്ളത് എന്നും വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതായും പള്ളി പ്രസിഡന്റ് CM ഗഫൂർ പറഞ്ഞു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ അസ്ർ നിസ്കാരത്തിന് ശേഷം മഗ്രിബിന് നിസ്കാരത്തിന് വേണ്ടി ആളുകൾ വന്ന സമയത്താണ് ഈ പെട്ടി എന്തോ കമ്പിപ്പാറ കൊണ്ട് കുത്തി തുറന്ന രീതിയിൽ അതിന് പൈസ നഷ്ടപ്പെട്ടത്. വളരെ ഗൗരവത്തോടെ ഞങ്ങൾ ഈ വിഷയത്തിനെ കാണുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പള്ളിയിൽ പോലും പൂട്ടാതെ പോയാൽ പോലും സുരക്ഷിതമായിരിക്കുന്ന ഭണ്ഡാരപ്പെട്ടി ഞങ്ങളൊക്കെ ഭയങ്കര അത്ഭുതത്തോടാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എന്തായാലും ഇതിന് തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. കുന്നംകുളം ഭാവന റോഡിലെ കംഫർട്ട് സ്റ്റേഷനിലെ വിസർജ്യ മാലിന്യങ്ങൾ കായ മാർക്കറ്റിലേക്കും പൊതു കാനയിലേക്കും ഒഴുകുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി കായ മാർക്കറ്റിലേതുൾപ്പെടെ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ രംഗത്തെത്തി. മഴക്കാലം ശക്തി പ്രാപിച്ചതോടെയാണ് കായ മാർക്കറ്റിലേക്കും പൊതു കാനയിലേക്കും കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിച്ചത്. കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും കാന വഴി ഒഴുകിയെത്തുന്ന വിസർജ്യ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കായ മാർക്കറ്റിന്റെ പല ഭാഗങ്ങളിലായി കൂടിക്കിടക്കുകയാണ്. ഇതോടെ മാർക്കറ്റിലെ ജീവനക്കാർ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലായി. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മലിനജലം ആദ്യം ഒഴുകിയെത്തുന്നത്. അതിൻ്റെ വേസ്റ്റ് പോകുന്നത് സംഭവങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചപ്പോൾ യാതൊരു നടപടികളും എടുക്കാതെ വീണ്ടും ഇതിൻ്റെ മലിനജലങ്ങളും വേസ്റ്റുകൾ വന്ന് ഇവിടെ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന കായ മാർക്കറ്റിൽ ഇത് ബന്ധപ്പെട്ടവരായി മുൻകൂട്ടി ഫോണിൽ കൂടെ അറിയിച്ച് വന്ന് നോക്കി അതിനെ തക്കതായ മറുപടികൾ കുറച്ച് കാലം വൃത്തിയാക്കി അവർ പോയി. പിന്നെ വീണ്ടും ഇപ്പോൾ 2-3 മാസം ഒരു മാസമായി തുടങ്ങിയിട്ട് ഇതിനുവേണ്ടി യാതൊരു നടപടിയും കൊടുത്തിട്ടില്ല. ചെയർപേഴ്സണും കൊടുത്തിട്ടുണ്ട്, സൂപ്രണ്ടിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരും ഞങ്ങൾക്ക് റെഡിയാക്കി ചെയ്തുകൊണ്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളിലേക്കും ഒഴുകിപ്പോകുന്നത്. ഇതോടെ ഭക്ഷ്യയോഗ്യമായ കായകൾ സൂക്ഷിക്കാൻ വൃത്തിയുള്ള സ്ഥലം ലഭിക്കാതെ വ്യാപാരികൾ പ്രതിസന്ധിയിലായി. സംഭവത്തിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി, ആരോഗ്യ വിഭാഗം ഭരണസമിതി എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് വാക്ക് നൽകിയിരുന്നുവെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും വാക്കുപാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന ആക്ഷേപമുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. 13 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. സംഭവത്തിൽ ചിറക്കൽ സ്വദേശിയായ 63 വയസ്സുകാരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടകമ്പൽ ചിറക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ ഉമ്മറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2 മാസത്തോളമായി പ്രതി പെൺകുട്ടിയെ പിന്തുടർന്ന് നിരന്തരം അശ്ലീല ചുവയിൽ സംസാരിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നതായി പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി പിടിച്ചതോടെ പെൺകുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞു. തുടർന്ന് വീട്ടുകാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിർമ്മാണം പൂർത്തിയായിട്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്ത വഴിയോര വിശ്രമ കേന്ദ്രം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറി. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറന്നുകൊടുക്കാത്ത വിശ്രമ കേന്ദ്രമാണ് സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിയിട്ടുള്ളത്. എരനല്ലൂർ വില്ലേജ് ഓഫീസിനോട് ചേർന്ന് ഏകദേശം 6 സെന്റ് സ്ഥലത്താണ് വഴിയോര വിശ്രമ കേന്ദ്രത്തിനായുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 10ാം വാർഡിൽ ഉൾപ്പെടുന്ന തച്ചാട്ടുകുളത്തോട് ചേർന്ന റോഡിൽ നിന്നും 10 മീറ്റർ മാറിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം. മദ്യക്കുപ്പികളും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും സിഗരറ്റ് പാക്കറ്റുകൾ തുടങ്ങി കെട്ടിട പരിസരത്ത് നിറഞ്ഞിരിക്കുകയാണ്. പ്രധാന റോഡിൽ നിന്നും വിശ്രമ കേന്ദ്രത്തിലേക്ക് നോട്ടമെത്താത്തതിനാൽ സാമൂഹ്യവിരുദ്ധർക്ക് ഇവിടെ മദ്യപാനവും ലഹരി ഉപയോഗവും സുരക്ഷിതമായി നടത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. വില്ലേജ്, മൃഗാശുപത്രി എന്നിവ സമീപത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും 5 മണിയോടെ ജീവനക്കാർ മടങ്ങിയാൽ പിന്നെ ആളനക്കമില്ലാത്ത സ്ഥിതിയാണുള്ളത്. പഞ്ചായത്ത് അധികാരികളാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇതും ഇവിടെ തമ്പടിക്കുന്ന സംഘങ്ങൾക്ക് വിഹരിക്കാൻ പ്രേരണയാകുന്നുണ്ട്. മേഖലയിലെയും സമീപ പ്രദേശത്തെയും കൗമാരക്കാരും യുവാക്കളുമാണ് ഇവിടെ വന്ന് തമ്പടിക്കുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം സാമൂഹ്യവിരുദ്ധ കേന്ദ്രമാകാതിരിക്കാൻ പഞ്ചായത്ത് അധികൃതരുടെയും പോലീസ് അധികാരികളുടെയും ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. CCTV ന്യൂസ്, കേച്ചേരി.
ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. വൈകിട്ട് 5 മണിയോടെയായിരുന്നു ക്ഷേത്ര ദർശനം. കൊടിമര ചുവട്ടിലെത്തി ദർശനം നടത്തിയ രേഖ ശർമ്മ നാലമ്പലത്തിൽ കടന്ന് സോപാനത്തിന് മുന്നിലെത്തി ഗുരുവായൂരപ്പനെ കണ്ണിറയെ തൊഴുത് കാണിക്കയർപ്പിച്ചു. ദർശനത്തിന് ശേഷം ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ കെ പ്രദീപ് കുമാർ ഗുരുവായൂരപ്പന്റെ കളഭവും തിരുമുടിമാലയും പഴം, പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദങ്ങൾ നൽകി. വേലൂരിൽ കിണറ്റിൽ ഡീസൽ കലർത്തി ശുദ്ധജലം മലിനമാക്കിയ നിലയിൽ വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന ചിരപ്പറമ്പിൽ ബിജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഡീസൽ കലർത്തി കുടിവെള്ളം ഉപയോഗശൂന്യമാക്കിയത്. ഇന്ന് രാവിലെ വിവരമറിഞ്ഞ വീട്ടുകാർ ആരോഗ്യവകുപ്പിലും എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. ഇത്തരക്കാരെ കണ്ടെത്തി മാതൃകാപരമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ 10-ാം വാർഡിലെ പാലുവായ് ശാന്തി നഗറിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KM മെഹറൂഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് BV ജോയ് ചെറിയൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഒനീറോ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചിയ്യാനൂർ സ്വദേശി പൂവത്തിങ്കൽ വീട്ടിൽ ഈനാശുവിനാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ ഒനീറോ ജംഗ്ഷനിലെ തിരിവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് തുടക്കമായി. ജൂലൈ 11-12 തീയതികളിലായി നടത്തുന്ന യൂത്ത് ഫെസ്റ്റിവൽ എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ പ്രൊഫസർ KS ശ്രുതി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യക്ഷനായി. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OAC, PTA പ്രസിഡന്റ് ഫൈസൽ K, വൈസ് പ്രസിഡന്റ് കിൽസി കിൽക്കർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ലീഡർ ഫവാസ് കബീർ സ്വാഗതവും അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ നന്ദകിഷോർ നന്ദിയും പറഞ്ഞു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 6 വേദികളിലായാണ് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ നടക്കുന്നത്. ഇരിങ്ങപ്പുറം SMUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി വിടവാങ്ങിയിട്ട് 2 വർഷം പിന്നിടുന്നു. കവി, ഗാനരചയിതാവ്, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത് തുടങ്ങി വിവിധ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച ചൊവ്വല്ലൂരിന്റെ അനുസ്മരണം മാതൃവിദ്യാലയമായ SMUP സ്കൂളിൽ നടന്നു. വളർന്നുവരുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ യുവകവികളുടെയും സാഹിത്യകാരന്മാരുടെയും സംഗമവേദി കൂടിയായി മാറിയ ചടങ്ങിൽ PTA പ്രസിഡന്റ് PA ദിനുദാസ് അധ്യക്ഷനായി. മാതൃവിദ്യാലയത്തിനായി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതി ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥന അധ്യാപികയായ ശ്രീലക്ഷ്മിയുടെ ആലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പ്രധാന അധ്യാപകൻ KS സജീവ് മാസ്റ്റർ, യുവ സാഹിത്യകാരായ CG രാധാകൃഷ്ണൻ, ധനീഷ് അനന്തൻ, രേഷ്മ സുരേഷ്, G രേഷ്മ, ഹന ഫാത്തിമ, ആര്യനന്ദ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഹരിദാസ്, ട്രഷറർ ചന്ദ്രശേഖരൻ, KS സിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. അനുസ്മരണ ചടങ്ങിൽ ചൊവ്വല്ലൂരിന്റെ ഭാര്യ സരസ്വതി കൃഷ്ണൻകുട്ടി, മക്കളായ ഉഷ, ഉണ്ണികൃഷ്ണൻ, മരുമക്കളായ വനജ, ശ്രീജ C, മരുമകൻ മനോജ് എന്നിവരും സംബന്ധിച്ചു. വിദ്യാലയത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി അംഗങ്ങൾ, PTA, MPTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും അധ്യാപകരും അനുസ്മരണത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. പുന്നയൂർക്കുളം പാപ്പാളി ബീച്ചിൽ കാറ്റാടി മരം തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പോന്നോത്ത് സലീമിന്റെ ഭാര്യ ഫാത്തിമയാണ് മരിച്ചത്. 47 വയസ്സാണ്. ജൂൺ 26-നാണ് സംഭവം. തലയിലും കഴുത്തിലും നട്ടെല്ലിലും സാരമായി പരിക്കേറ്റ ഇവർ തൃശൂർ ദയ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിൽ 1-ാം വിള കൃഷിയുടെ നടീൽ പൂർത്തിയായി. വേനൽ മഴ കനത്തതും തുടർന്നുള്ള കാലവർഷത്തിന്റെ വരവും കാരണം പൊടിവിത ഒഴിവാക്കി ഞാറ്റടി തയ്യാറാക്കിയാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. 1-ാം വിള മിക്ക കർഷകരും ഉപേക്ഷിച്ചെങ്കിലും പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇരു പാടശേഖരങ്ങളിലുമായി 35 ഏക്കർ സ്ഥലത്താണ് വിരിപ്പു കൃഷിയുടെ നടീൽ പൂർത്തീകരിച്ചത്. ഇതിനായി കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് വിത്ത് വാങ്ങിയത്. മുൻ വർഷങ്ങളിൽ കുറഞ്ഞ ചെലവിൽ നടന്നിരുന്ന വിരിപ്പു കൃഷിക്ക് ഈ വർഷം വലിയ സാമ്പത്തിക ചെലവാണുണ്ടായത്.
അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുകയും കീടബാധ വരാതിരിക്കുകയും ചെയ്താൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. കടവല്ലൂർ പഞ്ചായത്തിലുള്ള ഒറ്റപ്പിലാവ് പാടശേഖരത്തിൽ ഇന്നു മുതൽ ഒന്നാം വിളയ്ക്കുള്ള നടീൽ ആരംഭിക്കും. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിനാൽ വിരിപ്പു കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങിയ കർഷകരാണ് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലരുടെ ധനസഹായത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെങ്ങാമുക്ക് കൊട്ടിലിങ്ങൽ വീട്ടിൽ 29 വയസ്സുള്ള ശ്രീരാജനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 9:30യോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും പെങ്ങാമുക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തെ വളവിൽ നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കേക്കാട് AC കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ കൾച്ചറൽ സെന്റർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും വിദ്യാർത്ഥികളെ ആദരിക്കലും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുന്നൂർകുളത്ത് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് വടക്കേക്കാട് TMK റീജൻസിയിൽ വെച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ് MLA ഉദ്ഘാടനം ചെയ്യും. DCC മുൻ പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷത വഹിക്കും. മുൻ MP C ഹരിദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തും. കോൺഗ്രസ് നേതാവും ദീർഘകാലം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും ICA വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആദ്യ പ്രസിഡന്റുമായിരുന്ന AC-യുടെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചികിത്സാ സഹായം മുൻ MLA PA മാധവൻ വിതരണം ചെയ്യും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മുൻ MLA TV ചന്ദ്രമോഹൻ ആദരിക്കും. KPCC മെമ്പർമാരായ സയ്യിദ് മുഹമ്മദ് തങ്ങൾ, ഷാജി കാളിയേത്തൽ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് വൈലേരി ഗോപാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി OM മുഹമ്മദ് അലി ഹാജി, ട്രഷറർ കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, സെക്രട്ടറി ഖാലിദ് കോട്ടയിൽ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നേർകുളം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ പ്രതിസന്ധി ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ RV അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഹസീന താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TR ഇബ്രാഹിം, മുഹമ്മദ് നാസിഫ്, AV അബ്ദുൽ ഗഫൂർ, സുനിത പ്രസാദ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK അബൂബക്കർ, മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് BK സുബൈർ തങ്ങൾ, സെക്രട്ടറി PM മുജീബ്, ട്രഷറർ സേതു മുഹമ്മദ് പോക്കാക്കിലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ചിറളയം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഈ അധ്യയന വർഷത്തെ കുട്ടികളുടെ റേഡിയോ ആരംഭിച്ചു. FM-ന് കുട്ടികൾ നിർദ്ദേശിച്ച ബെത്ത് ബീറ്റ്സ് FM 24 എന്ന പേര് പ്രധാന അധ്യാപിക സിസ്റ്റർ സ്റ്റാർലിറ്റ് പ്രഖ്യാപിച്ചു. മുൻ സംഗീത അധ്യാപിക ലീല ടീച്ചർ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുട്ടി റേഡിയോ ജോക്കികളുടെ അവതരണം ഹൃദ്യമായി പാഠ്യ പ്രവർത്തനങ്ങൾക്കും സർഗവാസനകൾക്കും പ്രാധാന്യം നൽകി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരമണിക്കൂർ റേഡിയോ പ്രവർത്തനം നടത്തും. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള തലക്കോട്ടൂര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് വർഷം തോറും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ്, എൻഡോമെന്റ് എന്നിവയുടെ വിതരണം ജൂലൈ 13-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പഠനത്തിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പും എൻഡോമെന്റും നൽകി പ്രോത്സാഹിപ്പിക്കുന്നത്. 2003-ൽ ആരംഭിച്ച കോളേജ് ഈ കാലയളവിനുള്ളിൽ 85 കോടി രൂപയോളം ചെലവഴിച്ച് ഈ വർഷത്തെ ഉൾപ്പെടെ 5800-ലധികം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വർഷം ജില്ലയിലെ തെരഞ്ഞെടുത്ത 10 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 113 പേർക്കാണ് സ്കോളർഷിപ്പ്, എൻഡോമെന്റ് എന്നിവ നൽകുന്നത്. ഇതിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ 25 ലക്ഷം രൂപ ചെലവഴിച്ച് 43 സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. വിദ്യയിലെ ഇലക്ട്രിക് പ്രോഗ്രാമിൽ പ്രവേശനം നേടിയവർക്കുമുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ പദ്ധതിയായ റൂട്ട്സ് സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്യും. മണപ്പുറം ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ PV നന്ദകുമാർ, ചെയർമാൻ സാബു സൗമ്യൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ, പ്രിൻസിപ്പാൾ ഡോക്ടർ C സുനിത എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് PN ഉണ്ണിരാജൻ, റിട്ടയേർഡ് IPS, പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ രാകേഷ് ഹരി, ഡോക്ടർ റെജി C ജോയ്, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ KR സജയ്, ഡോക്ടർ ഭവിൻ ഭരത് എന്നിവർ പങ്കെടുത്തു. മൊത്തം സ്കോളർഷിപ്പിൽ ഏകദേശം 43 സ്കോളർഷിപ്പ് 25 ലക്ഷം രൂപ
യോളം ചെലവ് വരുന്ന സ്കോളർഷിപ്പ് കൊടുക്കുന്നത് മണപ്പുറം ഫൈനാൻസിൻ്റെ മണപ്പുറം ഫൗണ്ടേഷൻ. അപ്പോൾ മണപ്പുറം ഫൈനാൻസിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ പി നന്ദകുമാർ സാർ അതിൻ്റെ ഒരു വർഷം സ്കോളർഷിപ്പ് കൊടുത്താൽ ഒരു വർഷം സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടിക്ക് അത് ആ കോഴ്സ് കഴിയുന്നത് 4 വർഷം ആ കോഴ്സ് പൂർത്തിയാക്കുന്നത് ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ ലക്ഷ്യമിരിക്കുന്നു. CCTV ന്യൂസ് എരുമപ്പെട്ടി. മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിൽ മലാല ദിനത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കായി അർദ്ധദിന സെമിനാർ സംഘടിപ്പിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായി പുസ്തകവും പേനയും ആയുധമാക്കാൻ ആവശ്യപ്പെട്ടത് വായനയുടെയും എഴുത്തിന്റെയും പ്രസക്തി വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താനും ക്രിയാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയാണെന്നും എഴുത്തിലൂടെയും വായനയിലൂടെയും നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് സ്റ്റൈജു മാസ്റ്റർ പറഞ്ഞു. സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ രാഖിൻ മരിയ അധ്യക്ഷയായി. സ്കൂൾ അക്കാദമി കോർഡിനേറ്റർ സുബിനി ദിനേശ്, സ്കൂൾ ഹെഡ് സിർഷ ഡെന്നി എന്നിവർ സംസാരിച്ചു. സെമിനാറിന് ശേഷം മലാല ദിനത്തിന്റെ ഭാഗമായി പുസ്തകവും പേനയും കൈകളിലേന്തി വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. കാട്ടകമ്പാൽ മേഖലയിൽ ജലജീവൻ പദ്ധതിക്ക് പൈപ്പിട്ട ഭാഗങ്ങളിൽ ടാറിംഗ് നടത്താത്തത് നാട്ടുകാരെ വലയ്ക്കുന്നു. പൈപ്പിട്ട ഭാഗത്ത് മെറ്റൽ വിരിച്ചെങ്കിലും ടാറിംഗ് നടത്തിയില്ല. മഴയിൽ മെറ്റലുകൾ ഒലിച്ചുപോയതോടെ ഈ ഭാഗങ്ങളിൽ വലിയ കുഴികളായി. പഴഞ്ഞി ജെറുസലേം പട്ടിത്തടം റോഡ്, പെരുന്തുരുത്തി റോഡ് എന്നിവിടങ്ങളിലാണ് റോഡരികിൽ കുഴിയായത്. മഴക്കാലത്തിന് റോഡരികിൽ പൈപ്പിട്ട ഭാഗങ്ങളിൽ മെറ്റൽ വിരിച്ചിരുന്നു. എന്നാൽ ടാറിംഗ് നടത്താൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആദ്യ മഴയിൽ തന്നെ മെറ്റലുകൾ ഒലിച്ചുപോയി വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു. പിന്നീട് അധികൃതർ റോഡരികിലെ കുഴി അടച്ചെങ്കിലും മഴയിൽ വീണ്ടും മെറ്റലുകൾ ഒലിച്ചിറങ്ങി. മെറ്റൽ റോഡിൽ പരന്നു കിടക്കുന്നത് വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടാവുകയാണ്. ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിട്ട ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി വിജ്ഞാന സദസ്സ് നടത്തി. ഇതിന്റെ ഭാഗമായി ഗാന്ധി പ്രഭാഷണം, വായനാ മത്സരം, വിദ്യാഭ്യാസ ധനസഹായ വിതരണം എന്നിവയും നടന്നു. ചെമ്മണ്ണൂർ അപ്പുണ്ണി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സദസ്സ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിതൻ മേനോത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ഐഷ MP അധ്യക്ഷയായി. പ്രൊഫസർ US മോഹനൻ, അഖിൽ നായർ, രാജേഷ് VM, റീജ C ജോർജ്, ശൈലജ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് രചന ലൈബ്രറി ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ, K ദാമോദരൻ അനുസ്മരണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം MS പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് അധ്യക്ഷനായ ചടങ്ങിൽ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറേറിയനും കവിയുമായ PV ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കവിയും ലൈബ്രറി രക്ഷാകർതൃ അംഗവുമായ MVT മൂസ ഹാജി, മാട്ടുമൽ യുവഭാവന സെക്രട്ടറി M കുമാർ, ഗായകനും സംഗീത സംവിധായകനുമായ ഷാഫി ഇബ്രാഹിം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പറും ലൈബ്രറി വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് സ്വാഗതവും ലൈബ്രറേറിയൻ ബേബി വത്സലൻ നന്ദിയും പറഞ്ഞു. വായന മാസാചരണത്തിന്റെ ഭാഗമായി വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ സ്കൂളിൽ പുസ്തക ചങ്ങാതി എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. എല്ലാവർക്കും ഒരു പുസ്തകം എന്ന ആശയം മുൻനിർത്തി നല്ല വായന നല്ല ചിന്ത എന്ന ലക്ഷ്യം കണക്കിലെടുത്ത് സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ, കുട്ടികൾ എന്നിവരെല്ലാം ഇതിൽ പങ്കാളികളായി. അധ്യാപക അനധ്യാപകരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും തെരഞ്ഞെടുക്കപ്പെട്ട ചങ്ങാതികൾക്ക് പുസ്തകം കൈമാറിയത് വായന മാസാചരണത്തിൽ വേറിട്ട അനുഭവമായി. വായിച്ചു വളരുക എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിനുള്ള സന്ദേശവുമായാണ് പുസ്തക ചങ്ങാതി വാരാചരണം നടത്തിയതെന്ന് പ്രധാന അധ്യാപിക ജെൻസി ടീച്ചർ പറഞ്ഞു. KSSPU ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും നടന്നു. മുതുവട്ടൂർ ശിക്ഷകിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KA രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നവാഗതരെ സംസ്ഥാന കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, യൂണിറ്റ് സെക്രട്ടറി PK ബീന, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ, KR ഗോപി, PK ജേക്കബ്, AK സതീരത്നം, ES മോഹിനി, KC രാധ, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളിൽ 1ഉം 2ഉം സ്ഥാനം നേടിയവർക്ക് ഉപഹാരം നൽകി.
പെരുമ്പടപ്പ് പാറയിലെ റോഡിലേക്ക് വീഴാറായ മരം അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ പെരുമ്പടപ്പ് പാറയിലാണ് ഏത് നിമിഷവും വീഴാറായി റോഡിലേക്ക് മരം തള്ളി നിൽക്കുന്നത്. ഇത് വാഹനങ്ങൾക്കും വൈദ്യുതി ലൈനിനും അപകട ഭീഷണിയാകുന്നുണ്ട്. KCBയുടെ വൈദ്യുതി കമ്പികൾ വലിക്കുന്ന സമയത്ത് മീറ്ററുകളോളം അപ്പുറത്തായിരുന്നു മരത്തിന്റെ ചില്ലകൾ. KCB ഉദ്യോഗസ്ഥർ ടച്ചിങ്സിന്റെ ഭാഗമായി വെട്ടിമാറ്റാറുണ്ടെങ്കിലും ചില്ലകൾ വളർന്ന് ലൈനിൽ തട്ടുകയാണ്. കാറ്റിൽ മരം റോഡിലേക്ക് ചെരിഞ്ഞതോടെ ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്കും അപകട ഭീഷണിയാകുന്നുണ്ട്. വലിയ കാറ്റടിച്ചാൽ നിലം പൊത്താകുന്ന മരം കൂടുതൽ അപകടമുണ്ടാകുന്നതിന് മുമ്പ് മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടപ്പുറം പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ആനുകൂല്യം ലഭിച്ചവരുടെ സംഗമം നടന്നു. പഞ്ചായത്ത് BKC തങ്ങൾ ഹാളിൽ നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, വാർഡ് മെമ്പർമാരായ റാഹില വഹാബ്, സുനിത പ്രസാദ്, PA മുഹമ്മദ്, അബ്ദുൾ ഗഫൂർ, ഷീജ രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി റാഫി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ സിനോജ്, ധന്യ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ജീവനക്കാരായ ആതിര, പ്രശാന്തി, രശ്മി എന്നിവർ പങ്കെടുത്തു. ലൈഫ് ഭവന പദ്ധതി പ്രവർത്തനത്തെപ്പറ്റി VEO സിനോജ് വിശദീകരിച്ചു. സുഭിക്ഷ കേരളം MG/NREGS ലൈഫ് ഭവന പദ്ധതികളെപ്പറ്റി അക്രഡിറ്റഡ് എഞ്ചിനീയർ ആതിര വ്യക്തമാക്കി. ജനകീയാസൂത്രണ പദ്ധതി വഴി വിതരണം ചെയ്യുന്ന കോഴി, ആട്, പശു തുടങ്ങിയവയുടെ വിതരണത്തെപ്പറ്റി ഡോക്ടർ സെബി സംസാരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് വെസ്റ്റ് ഗേറ്റ് ക്ലബ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജോൺസൺ ജേക്കബിനെയും സെക്രട്ടറിയായി ലോസൺ മാത്യുവിനെയും ട്രഷററായി ബിജു മുട്ടത്തിനെയുമാണ് തെരഞ്ഞെടുത്തത്. മെജോ ചുങ്കത്തിനെ വൈസ് പ്രസിഡന്റായും VK ജോസഫിനെ ജോയിന്റ് സെക്രട്ടറിയായും സേവ്യർ പനക്കലിനെ ജോയിന്റ് ട്രഷററായും സണ്ണി വെള്ളറയെ കൺവീനറായും തെരഞ്ഞെടുത്തു. സിജോ ചീരൻ PROയും MG ജെയിംസ് ഓഡിറ്ററുമാണ്. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 100 പരിപാടികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഓണത്തിനൊരുവട്ടിപ്പൂവ് പദ്ധതി ആരംഭിച്ചു. കുട്ടി കൃഷിമന്ത്രി കൃഷ്ണദേവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുട്ടി കർഷകരുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിക്ക് പ്രധാന അധ്യാപകൻ ഫ്രാൻസിസ് മാസ്റ്റർ, അധ്യാപകർ PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ, മിനി, വിജി, മുനീറ, ആൻസി എന്നിവർ മാർഗനിർദ്ദേശം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു. ലോക ജനസംഖ്യ 1987 ജൂലൈ 11 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കായാണ് ജനസംഖ്യാ ദിനം പ്രഖ്യാപിക്കപ്പെട്ടത്. ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് പറഞ്ഞു. ജനസംഖ്യാ വർധനവ് ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്നും മനുഷ്യന് മാത്രമല്ല ഭൂമിയുടെ നിലനിൽപ്പിനു തന്നെയും ഭീഷണിയാകും എന്ന വസ്തുത വ്യക്തമാക്കാനുതകുന്ന പ്രസംഗം, സ്കിറ്റ് എന്നിവ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി, അധ്യാപകരായ രജനി KP, മാഗി P പൈലുണ്ണി, റീബ മിജു, ധന്യ മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. കൊരട്ടിക്കര കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. കഴിഞ്ഞ 14 വർഷമായി കൊരട്ടിക്കര മേഖലയിൽ തരിശായി കിടക്കുന്ന ഭൂമി ഏറ്റെടുത്ത് പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും കൂട്ടായ്മ നടത്തിവരുന്നുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിലുള്ള ഡോക്ടർ ഷമീർ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള തരിശായി കിടക്കുന്ന 60 സെന്റ് സ്ഥലത്താണ് കൂട്ടായ്മ വിവിധതരം ചെണ്ടുമല്ലികളുടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, കൊരട്ടിക്കര കർഷക കൂട്ടായ്മ അംഗങ്ങളും പങ്കെടുത്തു. SSF കുന്നംകുളം ഡിവിഷൻ സാഹിത്യോത്സവം വെള്ളി, ശനി ദിവസങ്ങളിലായി വെള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് SYS കുന്നംകുളം മേഖലാ പ്രസിഡന്റ് അലി അഹ്സനി ഉദ്ഘാടനം ചെയ്യും. SSF കുന്നംകുളം ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ ഫൈസാനി അധ്യക്ഷനാകും. കുന്നംകുളം, പെരുമ്പിലാവ്, കേച്ചേരി, എരുമപ്പെട്ടി, കടങ്ങോട് എന്നീ 6 സെക്ടറുകളിൽ നിന്നായി 1000-ലധികം കലാപ്രതിഭകൾ പങ്കെടുക്കും. മാപ്പിളപ്പാട്ട്, ഖവാലി, മാലപ്പാട്ട്, ബുർദ, ദഫ്മുട്ട്, അർബന തുടങ്ങി 140 ഇനങ്ങളാണ് മത്സരത്തിലുള്ളത്. 10 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സാഹിത്യകാരൻ സോമൻ ചേമ്പ്രത്ത് ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷനാകും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ SSF ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ ഫൈസാനി, ജനറൽ സെക്രട്ടറി റാഹിബ് മുയിനി, ക്യാമ്പസ് സെക്രട്ടറി VA ഇർഫാൻ,
ജില്ലാ ഡയറക്ടറേറ്റ് അംഗം അൽതാഫ് അന്നി എന്നിവർ പങ്കെടുത്തു. 160 ഇനങ്ങളിൽ 10 വേദികളിലായിട്ട് 1000-ഓളം പ്രതിഭകളാണ് സാഹിത്യോത്സവത്തിൽ മത്സരിക്കുന്നത്. 2 ദിവസമായി വളർക്കാട് മുഖ്യത്ത് നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ സോമൻ ചന്ദ്രത്ത് ഉദ്ഘാടനം ചെയ്യും. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി കാട്ടകമ്പാൽ സർവീസ് സഹകരണ സംഘത്തിൽ ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് MS മണികണ്ഠൻ നിർവഹിച്ചു. K നവീൻ ബെന്നി, ദിവ്യ ജയശങ്കർ, ധന്യ മണികണ്ഠൻ, KI മുഹമ്മദ്, ബിലാൽ, ജെയ്നി സാംസൺ, മുൻ സംഘം സെക്രട്ടറി CI മറിയാമ എന്നിവർ സംബന്ധിച്ചു. പെരുമ്പിലാവ് മോഡേൺ നഗർ റോഡ് ഫാൽക്കൺ മാളിന് സമീപം ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. റോഡും തകർന്ന അവസ്ഥയിലാണ്. മേഖലയിൽ 3 ദിവസത്തിലേറെയായി ജലവിതരണം തടസ്സപ്പെട്ട സ്ഥിതിയാണ്. നാട്ടുകാരുടെ പരാതിയിൽ ജലവിതരണം പുനഃസ്ഥാപിച്ചതിനു ശേഷമാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. റോഡിലേക്ക് കുത്തിയൊഴുകിയ ജലം കുത്തനെ ഇറക്കത്തിൽ ഒലിച്ചു വന്നതിനെ തുടർന്ന് നാട്ടുകാർ കാനയിലേക്ക് ഇവ ഒഴുക്കിവിട്ട് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുകയായിരുന്നു. മേഖലയിൽ കാൽനടയും വാഹന ഗതാഗതവും ദുസ്സഹമായി. പൊട്ടിയ പൈപ്പ് ഉടൻ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊലപാതക ശ്രമം പ്രതികൾക്ക് 7.5 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ. ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് ആക്രമണക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചത്. കുന്നംകുളം പോർക്കുളം കോട്ടയിൽ സത്യൻ മകൻ 25 വയസ്സുള്ള ജിതിൻ, ജിതിന്റെ പിതാവ് 63 വയസ്സുള്ള സത്യൻ, ജിതിന്റെ സുഹൃത്ത് കാട്ടകമ്പാൽ സ്വദേശി നടുവിൽ പറമ്പിൽ ശ്രീധരൻ മകൻ 27 വയസ്സുള്ള ശ്രീജിത്ത് എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി 7.5 വർഷം കഠിന തടവിനും 45,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. സത്യന്റെ സഹോദരൻ 60 വയസ്സുള്ള കേശവനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ. സത്യനും കേശവനും സഹോദരന്മാരും. 1-ാം പ്രതി ജിതിൻ സത്യന്റെ മകനുമാണ്. മുൻവൈരാഗ്യത്തെ തുടർന്നായിരുന്നു ആക്രമണം. 1-ാം പ്രതി ദീർഘകാലം ഒളിവിലായിരുന്നതിനാൽ കത്തി കണ്ടെടുക്കാൻ സാധിക്കാതെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടറായിരുന്ന VS സന്തോഷ് പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 7 സാക്ഷികളെയും 7 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. പോലീസ് ലേസൺ ഓഫീസർ PJ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. പൗലോസ് ദിദിയൻ ബാവയുടെ ഓർമ്മയ്ക്കായി കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3ാമത് സാന്ത്വന സ്പർശം അവാർഡിന് മഞ്ഞപ്ര മാർ ബസേലോസ് ബാലഭവന്റെ പ്രധാന ചുമതല വഹിക്കുന്ന സിസ്റ്റർ എൽസ അർഹയായി. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി ബാലഭവന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയായിരുന്നു സിസ്റ്റർ. അനാഥരായ പെൺകുഞ്ഞുങ്ങളെയും ആദിവാസി കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതോടൊപ്പം അവർക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുവാനും സിസ്റ്റർ കാണിക്കുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷനായ ജൂറി വിലയിരുത്തി. 50,000 രൂപയും ശില്പവും അടങ്ങുന്ന അവാർഡ് ജൂലൈ 14 ഞായറാഴ്ച രാവിലെ 11:30 കുന്നംകുളം ഭദ്രാസന അരമനയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വിതരണം ചെയ്യും. പൗലോസ് ദിദിയൻ ബാവയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 11:30 കുന്നംകുളം ഭദ്രാസനത്തിൽ വെച്ച് പിതൃസ്മൃതി എന്ന പേരിൽ അനുസ്മരണ സമ്മേളനം നടത്തുന്നു. സമ്മേളനത്തിൽ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി, UK യൂറോപ്പ് ഭദ്രാസന മെത്രാപ്പൊലിത്ത അബ്രഹാം മാർ സ്തെഫാനോസ് തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തിൽ പൗലോസ് ദിദിയൻ ബാവ അനുസ്മരണം, സാന്ത്വന സ്പർശം അവാർഡ് വിതരണം, ഡോക്യുമെന്ററി വിജയികൾക്കുള്ള സമ്മാനദാനം, പൗലോസ് ദിദിയൻ എക്സലൻസി അവാർഡ് വിതരണം എന്നിവയും നടക്കും. കാലാനുസൃതമായ മാറ്റങ്ങളോടെ ആതുര സേവക രംഗത്ത് 43 വർഷം പിന്നിട്ട് കുന്നംകുളം യൂണിറ്റി ആശുപത്രി. യൂണിറ്റി ആശുപത്രിയുടെ 43ാം വാർഷികത്തിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ RM വർമ്മ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ റെജി, ഡോക്ടർ ആന്റണി ഡേവിസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടേഴ്സും ജീവനക്കാരും പങ്കെടുത്തു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കലാപരിപാടികൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കുന്നംകുളത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചത് യൂണിറ്റി ആശുപത്രിയായിരുന്നു. തുടക്കം മുതൽ തന്നെ എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും സൗകര്യങ്ങളും യൂണിറ്റി ആശുപത്രിയിൽ ലഭ്യമാക്കുന്നുണ്ട്. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുടെയും കൂടിയുള്ള പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആശുപത്രിയോട് ചേർന്ന് പൂർത്തിയായി വരികയാണ്. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ RM വർമ്മയുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് യൂണിറ്റിയുടെ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റി ഹോസ്പിറ്റൽ വളരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000 കണക്കിന് രോഗികൾക്ക് താങ്ങും തണലും ആയി നിലകൊള്ളുന്ന പോലെ തന്നെ യൂണിറ്റി ഹോസ്പിറ്റലിന്
പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കും യൂണിറ്റി ഹോസ്പിറ്റൽ ഒരു താങ്ങും തണലുമായി നിലകൊള്ളുകയാണ്. ബിസിനസ് ഡെസ്ക് CCTV. പുന്നൂർ എടക്കര KC പോക്കർ ഹാജി മെമ്മോറിയൽ ALP സ്കൂളിൽ അലിഫ് ടാലന്റ് പരീക്ഷ 2024 വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സ്പെഷ്യൽ അസംബ്ലിയിൽ സ്കൂൾ മാനേജർ മുഹമ്മദ് ഹനീഫ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി. ചടങ്ങിൽ വായനാ പദ്ധതിയുടെ ഭാഗമായി പത്രം കൈമാറി. പ്രധാനാധ്യാപിക TL ഷിജി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6705 രൂപ, പവന് 53640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചർമ്മം. ബാംഗ്ലൂർ മത്തിക്കരയിൽ താമസിക്കുന്ന പരേതനായ വാഴപ്പള്ളി ജോസഫ് ഭാര്യ മമ്മിയൂർ സ്വദേശിനി കൊച്ചുമേരി നിര്യാതയായി 79 വയസ്സായിരുന്നു. സംസ്കാരം മത്തിക്കരയിലെ സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ ശനിയാഴ്ച രാവിലെ 10:30 നടക്കും. ജേക്കബ്, പോൾ, മേരി, ജോൺസൺ എന്നിവർ മക്കളാണ്. ചിറ്റാട്ടുകര വാഴപ്പള്ളി ആന്റണി മാസ്റ്റർ ഭാര്യ കൊച്ചന്നം ടീച്ചർ നിര്യാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടന്നു. സിസ്റ്റർ മരിയ ആന്റണി, സോജി, സോളി, സോണി, സോജൻ എന്നിവർ മക്കളാണ്. പുന്നൂർ എടക്കര സ്വദേശി കൊച്ചിയിൽ താമസിക്കുന്ന പരേതനായ കറുപ്പംവീട്ടിൽ മുഹമ്മദ് അലി മകൻ മാലിക്കുളങ്ങര അബ്ദുൽ മനാഫ് നിര്യാതനായി 65 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. കമർബാനാണ് ഭാര്യ. റുബീന, റെജീന, അജ്മൽ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കോട്ടപ്പടി കപ്പിയൂർ പൂങ്ങാട്ട് കൃഷ്ണൻ ഭാര്യ ലീല നിര്യാതയായി 71 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ നടക്കും. സജീഷ് മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുന്നൂർകുളം അണ്ടത്തോട് ബീച്ച് ഖാദിരിയ മസ്ജിദിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. ബീച്ച് മദ്രസയ്ക്ക് സമീപം ഏറെ പഴക്കം ചെന്ന ബീച്ച് ഖാദിരിയ നമസ്കാരപ്പള്ളിയിലാണ് കവർച്ച. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 13 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. സംഭവത്തിൽ ചിറക്കൽ സ്വദേശിയായ 63 വയസ്സുകാരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടകമ്പാൽ ചിറക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ ഉമ്മറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നിർമ്മാണം പൂർത്തിയായിട്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്ത വഴിയോര വിശ്രമ കേന്ദ്രം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറി. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറന്നുകൊടുക്കാത്ത വിശ്രമ കേന്ദ്രമാണ് സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിയത്. വേലൂരിൽ കിണറ്റിൽ ഡീസൽ കലർത്തി ശുദ്ധജലം മാലിന്യമാക്കിയ നിലയിൽ. വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന ചിരപ്പറമ്പിൽ ബിജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ ഡീസൽ കലർത്തി കുടിവെള്ളം ഉപയോഗശൂന്യമാക്കിയത്. പ്രതികൾക്കെതിരെ മാതൃകാപരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് കുടുംബം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.